തിരുവനന്തപുരത്തെ BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ രാവിലെ 11 മണിക്ക് തന്നെ നടക്കും. വിയൂർ ജയിലിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ. ആർ സുഗതന്റെ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടുള്ളത്. ശ്യാം ദേവരാജ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ശ്യാം, ഹൈക്കോടതി ഉത്തരവിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ്, പറയൂ. ആർ സുഗതൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ എത്താൻ അനുമതി നൽകണമെന്നതായിരുന്നു ആർ സുഗതന്റെ ആവശ്യം. ആ ആവശ്യത്തെ സംസ്ഥാന സർക്കാർ എതിർത്തിരുന്നു. കാരണം കാപ്പ കേസിൽ റിമാൻഡിൽ കഴിയുന്ന, കരുതൽ തടങ്കലിൽ കഴിയുന്ന ആർ സുഗതനെ പുറത്തേക്ക് വിടാൻ കഴിയില്ല എന്ന കാര്യമാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത്, ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയത്. ഇതേ തുടർന്നാണ് സുഗതനെ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി നിലപാട് ആരാഞ്ഞത്. ഇക്കാര്യത്തിലും സംസ്ഥാന സർക്കാർ നേരത്തെ ജയിലിലാകാം എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സുഗതന്റെ ഹർജിയിൽ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവിട്ടത്. നാളെ രാവിലെ 11-ന് വിയൂർ സെൻട്രൽ ജയിലിലാണ് ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ. നേരത്തെ LDFന്റെ തിരുവനന്തപുരം നഗരസഭയിലെ LDFന്റെ കൗൺസിലറായ SP ദീപക് നൽകിയ ഹർജിയിലാണ് 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചായിരുന്നു റദ്ദാക്കിയത്. ഈ കേസിൽ തുടർന്ന് മറ്റ് 19 കൗൺസിലർമാരും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ആർ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ നേരത്തെ ഈ വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ കാപ്പ കേസിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ് നിലവിൽ ആർ സുഗതൻ. അതുകൊണ്ട് തന്നെ കാപ്പ കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ സുഗതന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുഗതൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ നിന്ന് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാം എന്ന അനുകൂലമായ ഉത്തരവ് വരുന്നത്. അത് ജയിലിനുള്ളിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ. ഈ ചടങ്ങ് നാളെ രാവിലെ 11 മണിക്കാണ്. സംസ്ഥാന സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കേണ്ടത്. ജയിൽ വകുപ്പ് ഇതിന് അനുമതി നൽകുകയും വേണം. അത്തരമൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ജനാധിപത്യപരമായ ഒരു അവകാശത്തെ നിഷേധിക്കാൻ കഴിയില്ല. ആർ സുഗതൻ നേരത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് എല്ലാ കേസുകളെ സംബന്ധിച്ചും സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു. അക്കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതിനേക്കാൾ കൂടുതലൊന്നുമില്ല. കൂടുതലുള്ളത് ഈ കാപ്പ കേസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ജനാധിപത്യപരമായ അവകാശമാണ് എന്നാണ്. മാത്രമല്ല ഇതിൽ ഈ മുനിസിപ്പാലിറ്റി നിയമം അനുസരിച്ച് സത്യപ്രതിജ്ഞ ജയിലിൽ ചെയ്യുന്നതിന് വിലക്കില്ല എന്ന കാര്യവും കൂടി നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരുപക്ഷേ ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ ഇതിനു മുമ്പൊന്നും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ്. കാരണം ഒരു ജനപ്രതിനിധി പുനഃസത്യപ്രതിജ്ഞ ചെയ്യുകയാണത് വിയൂർ ജയിലിനകത്ത് വെച്ചാണ് ആ ഒരു സത്യപ്രതിജ്ഞ നടക്കുന്നത്. അതും കോടതിയുടെ അനുവാദത്തോടു കൂടി സർക്കാർ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയാണ്. ഇതിപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം എന്ന് മാത്രമല്ലേ പറയാൻ കഴിയൂ ശ്യാം, സുഗതനാണെങ്കിലും BJPക്കാണെങ്കിലും. കാരണം ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഒരു ഭരണത്തിന്റെ കാര്യത്തിൽ ഇനിയും വലിയ ആശങ്കകളും അനിശ്ചിതത്വമൊക്കെ ബാക്കിയല്ലേ. കാരണം സുഗതന് പുറത്തിറങ്ങാൻ കഴിയില്ല. അപ്പോൾ 2 കൗൺസിൽ യോഗങ്ങളിൽ ഇതിനോടകം തന്നെ സുഗതൻ പങ്കെടുത്തിട്ടില്ല. മൂന്നാമതൊരു കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ സുഗതൻ വീണ്ടും അയോഗ്യനാകും. അങ്ങനെ ഭരണസ്തംഭനം ഉണ്ടാവും. അത് BJPക്ക് വലിയ തിരിച്ചടിയാവും. അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊക്കെ അവർ എങ്ങനെ പരിഹരിക്കാനായിരിക്കും ഇനി ഉദ്ദേശിക്കുന്നത്? സുഗതൻ 4 ആഴ്ചയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നതായിരുന്നു ഹൈക്കോടതി നേരത്തെ നൽകിയ നിർദ്ദേശം. ആ 4 ആഴ്ചയ്ക്കുള്ളിൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയും. അത് കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ വെച്ചല്ല, പകരം വിയൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയും. വിയൂർ സെൻട്രൽ ജയിലിലേക്ക് പുറത്തിറങ്ങാൻ കഴിയുകയുമില്ല. BJPയെ സംബന്ധിച്ച് നേരിയൊരു ആശ്വാസമാണ്. കാരണം യഥാസമയം സത്യപ്രതിജ്ഞ ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ അത് തന്നെ പിന്നീട് പ്രതിപക്ഷം LDFും UDFും ചോദ്യം ചെയ്യുകയും ആർ സുഗതന്റെ ഈ കൗൺസിലർ സ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. അത്തരമൊരു കാര്യത്തിലേക്ക് എന്തായാലും BJP എത്തുന്നില്ല. അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് BJP എത്തുന്നില്ല. ആർ സുഗതന് നാളെ സത്യപ്രതിജ്ഞ ചെയ്യാം. പക്ഷേ കൗൺസിൽ ഹാളിൽ ഇപ്പോഴും പങ്കെടുക്കാൻ കഴിയില്ല. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അങ്ങനെ പങ്കെടുക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം കാപ്പ കേസിൽ ജാമ്യം ലഭിക്കാത്തത് കൊണ്ടാണ്. ജാമ്യം ലഭിച്ചാൽ മാത്രമേ കൗൺസിൽ ഹാളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. നേരത്തെ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി നൽകിയിരുന്ന ഒരു സുപ്രധാനമായ നിർദ്ദേശം ഈ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യാം, മറ്റൊരു യോഗങ്ങളിലും പരിപാടികളിലും നടപടിക്രമത്തിലും പങ്കാളിയാകരുത് എന്നതായിരുന്നു. അത്ര പോലും ഹൈക്കോടതി അനുവദിക്കുന്നില്ല. ഹൈക്കോടതി പറയുന്നത് സത്യപ്രതിജ്ഞയാകാം, അത് ജയിലിൽ വെച്ചാകാം എന്നതാണ്. അതായത്
ബി ജെ പിയെ സംബന്ധിച്ച് തുടരുന്ന പ്രതിസന്ധി എന്നത് കൗൺസിലിൽ 3 തവണ കൗൺസിൽ യോഗത്തിൽ ആർ സുഗതൻ പങ്കെടുത്തില്ല എങ്കിൽ സ്വാഭാവികമായും 3 തവണ പങ്കെടുക്കാത്തത് അയോഗ്യതയുടെ ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ ആർ സുഗതന്റെ അയോഗ്യത കൈവരികയും ചെയ്യും. അത് UDF-ഉം LDF-ഉം ചോദ്യം ചെയ്യും, തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ചോദ്യം ചെയ്യും. സ്വാഭാവികമായ ഒരു അയോഗ്യതയിലേക്ക് പോവുകയും ചെയ്യും. BJP നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി അതാണ്. കാരണം ഒരൊറ്റ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ ഒറ്റ കൗൺസിലറുടെ ഭൂരിപക്ഷത്തിലാണ് നിലവിൽ തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കുന്നത്. LDF-ഉം UDF-ഉം പക്ഷേ ഒറ്റയ്ക്ക് നിന്നാൽ മാത്രമേ ഒരുമിച്ച് നിന്നാൽ മാത്രമേ BJPയെ സംബന്ധിച്ച് ആ പ്രതിസന്ധിയുള്ളൂ. അല്ലെങ്കിൽ BJPയെ സംബന്ധിച്ച് ആ പ്രതിസന്ധി ഇല്ല. എന്നാലും ഒരംഗം കുറഞ്ഞാൽ തന്നെ അത് BJPയെ സംബന്ധിച്ച് വളരെ വലിയ ഭരണത്തെ സംബന്ധിച്ച് അടക്കം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. അത്തരമൊരു നൂൽപ്പാലത്തിലൂടെയാണ് തിരുവനന്തപുരം നഗരസഭയിലെ BJP മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ അവർക്ക് ആശ്വാസകരമായ ഒരു കാര്യം, സുഗതന് നാളെ ജയിലിൽ വെച്ച് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാം. അതിനുള്ള അനുമതി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നൽകുന്നു. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് അത്തരമൊരു അനുമതി നൽകുന്നത്. ശരി ശ്യാം, മാറ്റുനോറ്റ് BJPക്ക് കേരളത്തിൽ കിട്ടിയ ഒരു കോർപ്പറേഷൻ ഭരണമാണ് തിരുവനന്തപുരത്ത്. 51 പേരുടെ കൃത്യം അംഗബലത്തിലാണ് ഇപ്പോൾ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒന്ന് പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന സ്വതന്ത്രനാണ്. ഇപ്പോൾ സുഗതൻ ഒരു കാപ്പാക്കസ് പ്രതിയാണ്. BJP ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചു വന്ന ആളാണ്. ആളിപ്പോഴും ജയിലിലാണ്. ആൾക്ക് ഒരു തവണ കൂടി അതായത് ഒരു പുനഃ സത്യപ്രതിജ്ഞ ചെയ്യാം എന്നുള്ളത് ഇപ്പോൾ കോടതി അനുവദിക്കുന്നുണ്ട്. പക്ഷേ സത്യപ്രതിജ്ഞ നാളെ രാവിലെ 11 മണിക്ക് വിയ്യൂർ ജയിലിൽ വെച്ചായിരിക്കും